بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما سلطانه على الذين يتولونه والذين هم به مشركون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نبي الله يا خير البرايا، بجاهك أتقي فصل القضاء، وأرجو يا كريم العفو عما جنت يداي يا رب الحباء. فكعب الجود لا يرضى فداء لنعلك وهو رئيس في السخاء. وسن بمدحك بن زهير كعب لمثلي منك جائزة الثناء. فقل يا أحمد بن علي اذهب إلى دار النعيم بلا شقاء. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുജാഹിദുകൾ കൂട്ടത്തോടെ സിർക്കിലേക്ക് എന്ന വിഷയമാണ് അവതരിപ്പിച്ച് പ്രസംഗിക്കാനുള്ളത്. വളരെ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ആദ്യമായി പറയട്ടെ, ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു, റബ്ബുൽ ആലമീൻ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്, റബ്ബുൽ മുസ്ലിമീൻ എന്നല്ല. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് കാരുണ്യം ചെയ്ത് പോറ്റി വളർത്തുന്ന രാജാവാണ് അല്ലാഹു തആല. മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാ വിഭാഗം മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സംവിധാനവും എല്ലാം ചെയ്തു കൊടുത്തവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രത്യയശാസ്ത്രക്കാരായിരുന്നാലും മതക്കാരായിരുന്നാലും കക്ഷിയായിരുന്നാലും അല്ലാഹു ജല്ല ജലാലുഹു പോറ്റി വളർത്തുന്ന മനുഷ്യർ പരസ്പരം ഭീകരവാദവും തീവ്രവാദവും അക്രമപ്രവർത്തനങ്ങളും മർദ്ദനങ്ങളും നടത്തുന്നവരാകരുത്. മറിച്ച് അങ്ങേയറ്റത്തെ കാരുണ്യം, എല്ലാ വിഭാഗം ജനങ്ങൾക്കും കാരുണ്യം, അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം. ആകാശത്തിൽ ആധിപത്യമുള്ളവനായ അല്ലാഹു തആല, അല്ലെങ്കിൽ ആകാശത്തിൽ വസിക്കുന്നവരായ മലക്കുകളും മഹാത്മാക്കളും യർഹംകും മൻ ഫിസ് സമാ, നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും എന്ന്
നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി മുജാഹിദ് സുഹൃത്തുക്കളെ ചീത്ത പറയാനോ തെറി പറയാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും വിദ്വേഷം തീർക്കാനോ ഉള്ള പരിപാടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചീത്ത പറയുന്നത് കേൾക്കണമെന്ന് ആഗ്രഹിച്ച് വന്നവരുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ പോയി ഉറങ്ങാം. മറിച്ച് നമ്മുടെ സഹോദരന്മാരായ മുജാഹിദുകൾ, അവരിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളുണ്ടാകാം, അയൽവാസികളുണ്ടാകാം, മറ്റു പലരും ഉണ്ടാകാം. അവർ വസ്തുത അറിയാതെ, പരിശുദ്ധ ഖുർആനും സുന്നത്തും വേണ്ടതുപോലെ ഗ്രഹിക്കാതെ, മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ദീനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാതെ, അവരിൽ പലരും മുജാഹിദാശയത്തിൽ നേരത്തെ പെട്ടുപോയവരുണ്ടാകാം, ചിലപ്പോൾ അടുത്തുപെട്ടവരുണ്ടാകാം. ഏത് കക്ഷികളാണെങ്കിലും അവരുടെ പാരത്രിക ലോകത്തിന്റെ കാര്യം അപകടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗാവകാശികളാക്കാൻ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാരുണ്യം, ആ കാരുണ്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ആരെങ്കിലും തെറി പറയാൻ വേണ്ടി അല്ല. എന്റെ ഉദ്ദേശം അതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ വസ്തുതകൾ മനസ്സിലാക്കി സത്യത്തിൽ എത്തിച്ചേരുക എന്നതാണ്. അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനം ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം അത് മാനവരാശിക്ക് മുഴുവനും അനുഗ്രഹമായി അല്ലാഹു നൽകിയതാണ്. അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഭാഗ്യം ലഭിച്ചവൻ ഭാഗ്യവാൻ തന്നെയാണ്. ആ ദീനിൽ നിന്നൊരുവൻ അകന്നുപോയാൽ അല്ലാഹുവിന് ഒന്നും സംഭവിക്കാനില്ല. وَمَن يَبْتَغِي غَيْرَ الْإِسْلَامِ دِينًا فَلَن يُقْبَلَ مِنْهُ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാത്ത ഒന്നിനെ വല്ലവനും ദീനായി തേടിയാൽ അല്ലാഹു അത് സ്വീകരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ദീൻ അത് അംഗീകരിച്ച് വിശ്വസിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. അല്ലാഹു ഈമാനോടെ ജീവിപ്പിച്ച് ഈമാനോടെ നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. ലോകത്തിൽ പിഴച്ചുപോയ ധാരാളം ആളുകളുടെ ചരിത്രം നമുക്കറിയാം. അതിൽ ഒന്നാമനാണ് ഇബ്ലീസ്. ആദ്യം അവൻ നല്ല ആശയക്കാരനായിരുന്നു. പിന്നീട് അവന് പിഴവ് സംഭവിച്ചുപോയി. പക്ഷെ ആ ഇബ്ലീസിനെ എടുത്ത് പിഴച്ചുപോയതിന്റെ പേരിൽ അവർ മഹത്വമായി കാണിച്ച് മറ്റുള്ളവരെയും കൂടി ഇതാ ഇബ്ലീസ് പിഴച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഈ പിഴച്ച ആശയത്തിലേക്ക് വരികയും എന്ന് പറഞ്ഞാലും കൊണ്ടു നടക്കാറില്ല. മറിച്ച് പിഴച്ചുപോയ ഇബ്ലീസ്, അദ്ദേഹം പിഴച്ചതിന്റെ അബദ്ധം അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുടരുന്നവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവൻ പഴച്ചു എന്നതുകൊണ്ട് അവൻ മുമ്പേ പഴച്ചിരുന്നില്ല, ഇപ്പൊ പഴച്ചതാണ് എന്നതുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമോ അല്ലെങ്കിൽ അമ്പിയാക്കളോ സാലിഹീങ്ങളോ ഇബ്ലീസിന്റെ കൂടെ പോയിട്ടില്ല. മുമ്പേ പഴച്ചിരുന്നില്ല, പിന്നെ പഴച്ചതാണ് എന്നതുകൊണ്ടൊരു പ്രത്യേക മഹത്വമൊന്നും കിട്ടുന്നില്ല. മനുഷ്യൻ സന്മാർഗത്തിലായി ജീവിച്ച് മരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി ഹിദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും നീങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. അത് അള്ളാഹു കാക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണല്ലോ. 7 ദിവസം ഒരായത്ത് ഒരു ദിവസം എന്ന നിലക്ക് ഞാൻ ഈ അടുത്ത് നാദാപുരത്ത് 7 ദിവസം സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോ ആയത്തിന്റെയും വിവരണങ്ങൾ നിങ്ങൾക്ക് CD കാസറ്റുകൾ വാങ്ങിക്കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഒരു സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. പണ്ഡിതന്മാർക്ക് വിശദമായി അറിയാമല്ലോ. സഹോദരന്മാരെ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് നേർവഴിയിൽ നമ്മെ അള്ളാഹു നിർത്തിത്തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ സന്മാർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്കെല്ലാം അള്ളാഹു ദീൻ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും.
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പൂർണ്ണരൂപം. അതാണ് സുന്നത്ത് ജമാഅത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പഠിപ്പിച്ച ആശയം അന്നു മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ച കൂട്ടായ്മ, അതാണ് സുന്നത്ത് ജമാഅത്ത്. അതിൽ നിന്ന് വ്യതിചലിച്ചുപോയ ഒരുപാട് കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി വ്യതിചലിച്ചു പോയവർ ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. അവരുടെ വാദം സുന്നത്ത് ജമാഅത്ത് ശിർക്ക് ചെയ്യുന്നവരാണ് എന്നായിരുന്നു. അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ. ആ സഹാബികൾ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു അന്നത്തെ പുത്തൻവാദികൾ എന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, അവിശ്വാസികളെ സംബന്ധിച്ച് അവതരിച്ച ആയത്തുകൾ മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ ചുമത്തി മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരുമായ ആളുകളെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളായി അവരിൽ മുദ്രകുത്തി. അവരോട് വാദപ്രതിവാദം നടത്തുകയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ദിവസത്തെ സംവാദം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും കുറെ ആളുകൾ തിരിച്ചു വരാതെ ആ ആശയത്തിൽ തന്നെ നിന്നു. അവരുമായിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നീട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. ശേഷം മുഅ്തസിലുകൾ എന്ന് പറയുന്ന കക്ഷികളുണ്ടായി. ആ കക്ഷികളാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ് എന്ന് വാദിച്ചത്. അവർ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടക്കുകയും അടിക്കുകയും ചെയ്തു. ധാരാളം പണ്ഡിതന്മാരെ അവർ കൊന്നൊടുക്കി, മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് കൊന്നൊടുക്കി. അങ്ങനെ തുടങ്ങി. ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, ലോകരാഷ്ട്രങ്ങളിൽ വൻ ശക്തികൾ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ വധിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവർ കൂട്ടുപിടിക്കുന്നത് ഷിയാക്കളെയാണ്. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവരെ കൂട്ടുപിടിച്ച് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുക എന്നതാണ് ദീനിന്റെ വിരോധികൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരം മുറിക്കുന്ന വസ്തുവാണ് കോടാലി. പക്ഷേ ആ കോടാലി എന്ന് പറയുന്ന വസ്തു കയ്യിൽ പിടിച്ച് മരം മുറിച്ചാൽ വലിയ മരങ്ങളൊന്നും മുറിക്കാൻ കഴിയില്ല. ചെറിയതൊക്കെ ചിലപ്പോൾ വെട്ടിപ്പോയേക്കാം. എന്നാൽ ആ കോടാലിക്ക് മരത്തിന്റെ ഒരു പിടിയിട്ട് കൊടുത്താലോ ആ കോടാലി കൊണ്ട് ഒരുപാട് മരങ്ങളെ മുറിക്കാൻ സാധിക്കും, അല്ലേ? അപ്പൊ മരത്തിന്റെ സഹായമുണ്ടെങ്കിലേ മരത്തെ നശിപ്പിക്കാൻ കഴിയൂ. ഇതുപോലെ ഇസ്ലാമിന്റെ പേരിൽ തന്നെയുള്ള ചില കക്ഷികളെ സഹായത്തിന് ലഭിക്കുമ്പോഴാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന കോടാലികൾക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സാധിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായം ബോധമുള്ളവരാകണം. ഞാൻ ദീർഘമായി അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ കുണ്ടോട്ടിയിൽ ഒരു പരിപാടി നടന്നു. ആ പരിപാടി നടന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് ഒന്ന് പഠിച്ചു പറയണം എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായി. കാരണം സുന്നി പണ്ഡിതന്മാർ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് എന്നാണ് വിഷയം കണ്ടത്. ഞാനിങ്ങനെ ആലോചിച്ച്, പടച്ചറബേ, രണ്ട് സമസ്തയും പിരിച്ചുവിട്ടോ? സുന്നി പണ്ഡിതന്മാർ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകളുടെയും ശൈഖുന കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഒരു കേൾപ്പുറ്റ മതപണ്ഡിത സംഘടനയുണ്ട്. അതുപോലെ വേറെയും സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പണ്ഡിത സംഘടനയുണ്ട്. രണ്ട് സംഘടനയുടെയും നേതാക്കൾ കുണ്ടോട്ടിയിൽ സാധാരണ ഉണ്ടാകുന്നതുമാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, അവരൊക്കെ എല്ലാം പിരിച്ചുവിട്ട് മുജാഹിദിലേക്ക് പോയോ? കാരണം സുന്നി പണ്ഡിതന്മാർ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ആരും ബാക്കി ഉണ്ടാവില്ലേ? ഞാൻ അങ്ങനെ ഇവിടെ നടന്ന പരിപാടിയുടെ ഒരു CD അതൊന്ന് കാണണം, കേൾക്കണം എന്ന് ആഗ്രഹിച്ചു. ഞാനത് പൂർണ്ണമായി കണ്ടു, കേട്ടു.
ആ സിഡിയിൽ നിന്ന് നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ആവശ്യമായ ഭാഗങ്ങൾ ഞാൻ സ്ക്രീനിൽ ആവശ്യം വരുമ്പോൾ കാണിക്കും. അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിൽ മുജാഹിദിന്റെ നേതാക്കൾ നടത്തിയ ചില പ്രസംഗങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിക്കും. കാരണം പേരോട് കളവ് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ അയാളത് വെറുതെ പറയുകയാണെന്നോ ഞാൻ പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചും പറയാൻ മുജാഹിദ് മൗലവിമാർക്ക് വകുപ്പ് കൊടുക്കുന്നില്ല എന്നാണ് തീരുമാനം. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കും. ആദ്യമായി പറയട്ടെ, അല്ലാഹു പൊറുക്കാത്തൊരു പാപമുണ്ട്, അതാണ് ശിർക്ക്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അല്ലാഹുവിന് പങ്കുകാരില്ല. അല്ലാഹുവിന് പങ്കുണ്ട്, പങ്കുകാരുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതാണ് ഏറ്റവും വലിയ ശിർക്ക്. ശിർക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പങ്കുചേർക്കൽ എന്നതാണ്. അല്ലാഹുവിന് ഒരു വിഷയത്തിലും പങ്കുകാരില്ല. ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം, അതാണ് ശിർക്ക്. അത് അല്ലാഹു പൊറുക്കുന്ന പാപം അല്ല. കർമ്മത്തേക്കാൾ വലുതാണ് വിശ്വാസത്തിൽ വരുന്ന വിശ്വാസരാഹിത്യം. കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. കണ്ടോ നിങ്ങൾ, വ്യഭിചാരത്തെ സംബന്ധിച്ചും മദ്യപാനത്തെ സംബന്ധിച്ചും അത്ര ഗൗരവത്തിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. എന്താണ്? അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞു കളഞ്ഞു. അല്ലാഹുവിനും സന്താനമുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു വല്ലാതെ വെറുക്കുന്നൊരു വാക്ക്. അല്ലാഹു പറഞ്ഞത് കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ തൊള്ളയിൽ വന്ന ആ വാക്ക് വളരെ വലുതാണ്, വളരെ ഗൗരവത്തിലാണ് അല്ലാഹു പറയുന്നത്. എന്താ വിഷയം? കള്ളുകുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, പിന്നെ അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു അംശമല്ലേ സന്താനായിട്ട് വരിക. അപ്പൊ അല്ലാഹുവിന് പങ്കുചേർക്കൽ വന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് അല്ലാഹു പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശിർക്ക്. അല്ലാഹു തആല പൊറുക്കാത്ത പാപമാണ്. ശിർക്കിൽ നിന്ന് മുക്തമായി ശഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചാലല്ലാതെ ഒരു മനുഷ്യനും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അത്ര ഗൗരവമുള്ളതാണ് ശിർക്ക്. സഹോദരന്മാരെ, പൊറുക്കപ്പെടാത്ത പാപം അതാണ് ശിർക്ക്. ആ ശിർക്കിലേക്ക് അകപ്പെട്ടു പോവുകയാണെങ്കിൽ ആ അകപ്പെട്ടു പോകുന്ന സമൂഹത്തെ യഥാർത്ഥ വിശ്വാസമായ തൗഹീദിലേക്ക് കൊണ്ടുവരൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ മുസ്ലിം പണ്ഡിതന്മാരെയും മുസ്ലിമീങ്ങളെയും മുഴുവൻ മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അവർ ഓരോ ദിവസവും ശിർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് ആ ശിർക്കിൽ അകപ്പെട്ട് അവരുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി ഞാൻ നിങ്ങളോട് പറയാം. രാവിലെയും വൈകുന്നേരവും നാം ചൊല്ലുന്നൊരു ദിക്റുണ്ട്. ഹദാദ് ചൊല്ലുന്ന സമയത്തും നമ്മളത് ചൊല്ലുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ലാ ശരീക ലഹു, അല്ലാഹുവിന് ഒരു വിധത്തിലും ഒരു പങ്കുകാരനും ഇല്ല. ലഹുൽ മുൽക്കു, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. വലഹുൽ ഹംദു, അല്ലാഹുവിന് തന്നെയാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.
എല്ലാ വിഷയങ്ങൾക്കും കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. വഹ്ദഹ്, അവൻ ഏത് വിധത്തിൽ നോക്കിയാലും ഏകനാണ്. അവൻ ഒരു വിധത്തിലും ഒരു വിഷയത്തിലും ഒരു പങ്കുകാരനും ഒരു കൂറുകാരനും ഇല്ല. ലാ ശരീക ലഹ്, അല്ലാഹുവിന് ഒരു പങ്കുകാരനും ഇല്ല. അബൂജഹൽ പറഞ്ഞതുപോലെയല്ല. അബൂജഹൽ കഅബത്തിനടുക്കൽ വെച്ച് തൽബിയത്ത് ചൊല്ലി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിനക്കുത്തരം ചെയ്തുകൊണ്ട് ഞാൻ വരുന്നു, നിനക്ക് കൂറുകാരൻ ഇല്ല. ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു കൂറുകാരൻ മാത്രമേ ഉള്ളൂ. ഒരു കൂറുകാരൻ ഒഴികെ വേറെ കൂറുകാരില്ല. തീരെ ഇല്ല എന്നല്ല, ഒരു കൂറുകാരൻ ഒഴികെ നിനക്ക് കൂറുകാരില്ല. ആ കൂറുകാരനും ആ കൂറുകാരൻ ഉടമയാക്കുന്നതും നിന്റെ അധികാരത്തിലാണ്. അങ്ങനെയുള്ള ഒരു പാർട്ട്ണർ, ഒരു കൂറുകാരൻ, ഒരു ഷെയറുകാരൻ നിനക്കുണ്ട് എന്നാണ് അബൂജഹൽ പറഞ്ഞത്. അങ്ങനെയല്ല മുസ്ലിമീങ്ങൾ പറയുന്നത്. അല്ലാഹുവിന് ലാ ശരീക ലഹ്. അൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് കാന്തപുരം ഉസ്താദിന്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ സുന്നികളെ തൽബിയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ളത് അബൂജഹൽ ചൊല്ലും പോലെയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിത്തന്നതുപോലെയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നിനക്ക് ഒരു കൂറുകാരനും ഒരു പങ്കുകാരനും ഇല്ല അല്ലാഹ്. എല്ലാ ഖൈറായ കാര്യവും അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്നു. എല്ലാ ഖൈറിനെയും സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തന്നെ. എല്ലാ ശർറായ വിഷയങ്ങളും പടച്ചവൻ തന്നെ സൃഷ്ടിക്കുന്നു. ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്ന് അല്ലാതെ ഇല്ല. 1ാം ക്ലാസ് മുതൽക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലും എല്ലാ മദ്രസയിലും സുന്നികൾ പഠിപ്പിക്കുന്നു, അല്ലാഹു അല്ലാതെ ഖൈറും ശർറും കൊടുക്കുന്നവൻ ഇല്ല, സൃഷ്ടിക്കുന്നവൻ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നമാ അന ഖാസിബൻ വല്ലാഹു ഹുവൽ മുഅ്തി. കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആള് മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് സന്മാർഗം ലഭിക്കുന്നുണ്ട്, വിജ്ഞാനം ലഭിക്കുന്നുണ്ട്. ദാഹിക്കുന്ന സമയത്ത് അത്ഭുതകരമായി മുഅ്ജിസത്ത് മുഖേന സഹാബികൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ആ വെള്ളത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സഹാബികൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, സഹായം തേടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ധാരാളം സംഭവങ്ങൾ സഹീഹുൽ ബുഖാരിയിലുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചിരിക്കുന്നു. എന്താ പഠിപ്പിച്ചത്? അല്ലാഹു ഇന്നമാ അന ഖാസിബുൻ വല്ലാഹു ഹുവൽ മുഅ്തി. ഞാൻ വിതരണം ചെയ്യുന്നവൻ മാത്രമാണ്, കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ് കേട്ടോ. എന്നോട് ചോദിക്കുന്നതും ഞാൻ തരുന്നതുമൊക്കെ ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള് എന്ന നിലക്കാണ്, ഉടമസ്ഥൻ എന്ന നിലക്കല്ല. അതേ ഉടമസ്ഥനും കൊടുക്കുന്നവനും അല്ലാഹുവാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമായി പറയുന്നു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസുൽ ഹകീം. ഹകീമും അതേ അലീമുമായ അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവും ഒരാൾക്കും ലഭിക്കുകയില്ല. അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെയാണ് സഹായമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, ഖൈറും ശർറും എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് പറയൂ നബിയേ. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രം.
നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം അതാ പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തടഞ്ഞത് കൊടുക്കുന്നവൻ ഇല്ല, നീ കൊടുക്കുന്നത് തടയുന്നവനും ഇല്ല. അതുതന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത്, ഇയ്യാക നഅ്ബുദു. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു എന്ന് പറയുമ്പോ ആരാധിക്കാനുള്ളൊരു കേൾപ്പും ശക്തിയും ഞങ്ങൾക്കുണ്ടെന്നൊരു അവകാശവാദമുണ്ടോ? ഇല്ല. വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് ഞങ്ങൾ ആരാധന നടത്തണമെങ്കിൽ അതിനുള്ള കഴിവ് നീ തന്നെ തരണം അല്ലാഹ്. അതുകൊണ്ട് നിനക്ക് ആരാധിക്കലടക്കം എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് ഭൗതിക കാര്യങ്ങളാകട്ടെ അഭൗതിക കാര്യങ്ങളാകട്ടെ, അത് ജീവിച്ചിരിക്കുന്നവർ മുഖേനയുള്ളതാകട്ടെ മരണപ്പെട്ടവർ മുഖേനയുള്ളതാകട്ടെ, എഞ്ചിനീയർമാര് മുഖേനയായാലും ഡോക്ടർമാര് മുഖേനയായാലും വക്കീലന്മാര് മുഖേനയായാലും കോടതികൾ മുഖേനയായാലും പോലീസുകാര് മുഖേനയായാലും മന്ത്രിമാര് മുഖേനയായാലും രാജാക്കന്മാര് മുഖേനയായാലും ധനികന്മാര് മുഖേനയായാലും ആരോഗ്യമുള്ളവൻ മുഖേനയായിരുന്നാലും ലോകത്ത് അല്ലാഹുവിന്റെ സഹായത്തിന്റെ കാരണക്കാരായി അല്ലാഹു ഏതെല്ലാം മേഖലകളിൽ ആരെയെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് മേഖലയിലുള്ളവർ മുഖേന ലഭിക്കുകയാണെങ്കിലും അല്ലാഹ് ഒരാളും നിന്റെ പങ്കുകാരല്ല, ഒരാളും നിന്റെ കൂറുകാരല്ല. നീ കൊടുക്കുന്നതല്ലാതെ ഒരാൾക്കും ഇല്ല. അതുകൊണ്ട് ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധനാ കർമ്മങ്ങളടക്കം ഫീ ജമീഇൽ മതാലിബി. ഇമാം റാസി പറഞ്ഞില്ലേ, എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവേ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നിന്റെ സഹായം അല്ലാതെ സഹായം ഇല്ല. ഇനി ഞങ്ങൾക്ക് ഡോക്ടർമാർ മുഖേന ലഭിക്കുന്ന സഹായം, എഞ്ചിനീയർമാര് മുഖേന ലഭിക്കുന്ന സഹായം, യന്ത്രങ്ങൾ മുഖേന ലഭിക്കുന്ന സഹായം, തന്ത്രങ്ങൾ മുഖേന ലഭിക്കുന്ന സഹായം, മന്ത്രങ്ങൾ മുഖേന ലഭിക്കുന്ന സഹായം, മനുഷ്യർ മുഖേന ലഭിക്കുന്ന സഹായം, മലക്കുകൾ മുഖേന ലഭിക്കുന്ന സഹായം, അമ്പിയാക്കൾ മുഖേനയുള്ളതും ഔലിയാക്കൾ മുഖേനയുള്ളതും ജീവിച്ചിരിക്കുന്നവർ മുഖേനയുള്ളതും മരിച്ചവർ മുഖേനയുള്ളതും ഏത് കക്ഷികൾ മുഖേന എന്ത് സഹായമുണ്ടെങ്കിലും അല്ലാഹ് അത് നിന്നിൽ നിന്നല്ലാതെ ഇല്ല. നിനക്കൊരു വിഷയത്തിലും ഒരു കൂറുകാരനില്ല, പങ്കുകാരനില്ല. നീ നിശ്ചയിച്ച കാരണങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത് നീ അങ്ങനെ നിശ്ചയിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഇസ്തകാ ഇലൈഹിൻ നാസു മിനൽ അത്സി. ദാഹത്തിന്റെ കാഠിന്യത്താൽ സഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതിപ്പെട്ടു. മറ്റൊരു റിപ്പോർട്ടിൽ മറ്റൊരു സംഭവത്തിൽ ഫജഹിസന്നാസു നഹ്വ, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ കരയുന്ന വിധത്തിൽ സങ്കടം പറഞ്ഞു, നബിയേ വെള്ളമില്ല, ദാഹിച്ച് വിശന്ന് വിഷമിക്കാറായി നബിയേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ല, മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യൻ അല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ച സാധാരണയല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന കാഴ്ചയാണ്. അവിടുത്തെ കേൾവി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കുന്ന കേൾവിയാണ്. മലക്കുകളുമായി ബന്ധപ്പെടുന്ന പ്രകൃതിയാണ്. അങ്ങനെ പലതും 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 പറയാനുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു, അങ്ങനെ അസാധാരണക്കാരനായ മനുഷ്യനായ അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാധാരണ മനുഷ്യരായ സഹാബികൾ വന്ന് അതാ വേവലാതിപ്പെടുന്നത് വെള്ളം കൊടുക്കാനാണ്. എങ്ങനെ വെള്ളം കൊടുക്കാനാണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോപ്പ കയ്യിലെടുക്കുന്നു. ആ കോപ്പയിൽ കൈയിന്റെ വിരൽ വെക്കുന്നു. ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, അവിടുത്തെ കൈയിന്റെ വിരലിലൂടെ ശുദ്ധജലമതാ നിർഗളിക്കുന്നു. ആയിരക്കണക്കിന് സഹാബികൾ കുടിക്കുന്നു, കുളിക്കുന്നു, ഒതുവെടുക്കുന്നു.
ആ നബിയോട് വെള്ളത്തിന് വേണ്ടി സഹായം തേടിയപ്പോ അത് ശിർക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും മുസ്ലിങ്ങൾക്കറിയാമല്ലോ, മുസ്ലിങ്ങളുടെ കേന്ദ്രമായ മക്ക മദീന, ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബയുള്ള വലിയ ജാറമുണ്ടല്ലോ, ആ ജാറത്തിന്റെ മേലെ മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെച്ചൊരു പദ്യമുണ്ടല്ലോ, യമൻ തഫജ്ജറത്തിൽ അൻഹാറുനാബിഅതൻ മിൻ ഇസ്ബഅൈ ഫറൗ വൽ ജൈശ ബിൽ മദദി. സൈന്യങ്ങൾക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേ എന്ന് നബിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന, സഹായം തേടുന്ന ഒരു പദ്യം ഇപ്പോഴും മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെച്ചത് ബാക്കിയുണ്ടല്ലോ. സഹോദരന്മാരെ, മുസ്ലിം ലോകത്ത് തർക്കമില്ല, ഒരാൾക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതി പറയുന്നു, അവലാതിപ്പെടുന്നു, സങ്കടം പറയുന്നു, അവിടുന്ന് സങ്കടം തീർത്തു കൊടുക്കുന്നു. പക്ഷേ അത് അല്ലാഹു കൊടുക്കുന്ന മുഅ്ജിസത്ത് മുഖേനയാണ്, അല്ലാഹു കൊടുക്കുന്ന കഴിവ് മുഖേനയാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നമാ അന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്നവനാണ്, ഞാൻ സപ്ലൈ ചെയ്യുന്നവനാണ്. വല്ലാഹു വൽ മുഅ്തി, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് കേട്ടോ. അങ്ങനെ അല്ലാഹുവിന് ഒരു വിധത്തിലും ഒരു പങ്കുകാരനും ഇല്ല, എല്ലാം അല്ലാഹുവിന്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു, അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അന്ന മുഹമ്മദൻ, നിശ്ചയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, ഉടമയല്ല. അടിമക്കൊരു സമയത്തും അടിമക്ക് ഉടമയോട് പങ്കുണ്ടാവൂല, കൂറുണ്ടാവൂല. അപ്പൊ പിന്നെ ഉടമാവകാശമുള്ള ആളായി മാറും. അപ്പൊ പിന്നെ അടിമയല്ല, അടിമയാണ്. അബ്ദുഹു വറസൂലുഹു, കേവലം ഒരടിമയല്ല, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമ. വറസൂലുഹു, ആ അല്ലാഹു തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച അവന്റെ ദൂതർ, സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിലുള്ള മധ്യവർത്തി. അതാണ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അദീ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുന്നത്? അബ്ദുൽ ഖാദിർ ജീലാനി, കഴിവുള്ള റബ്ബിന്റെ ജീലാൻ പട്ടണത്തിലെ അടിമ. അതാണല്ലോ ഇതിന്റെ അർത്ഥം. അബ്ദുൽ ഖാദിർ, കഴിവുള്ള പടച്ചവന്റെ അടിമ. അൽ ജീലാനി, ജീലാൻ പട്ടണക്കാരനാണ്, കുണ്ടോട്ടിക്കാരനാണെന്ന് പറയും പോലെ പറയാൻ. ജീലാൻ പട്ടണക്കാരനായ അടിമ. ആരുടെ അടിമ? കഴിവുള്ള പടച്ചവന്റെ അടിമ. ഒരു പങ്കും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് മുസ്ലിം ലോകം വകവെച്ചു കൊടുക്കുന്നില്ല. മുഹീദ്ദീൻ മാലയിൽ എന്താ പറഞ്ഞത്? എന്നുടേകല്ലുടേവൻ തന്റേകൽ അകുന്ന് ഞാൻ ചൊല്ലില്ലാകുന്നതെന്നോവർ. ഞാനൊരു കാര്യം ആകുമെന്ന് പറഞ്ഞാൽ ആകും. അതിന്റെ കാരണം അത് പടച്ചവന്റെ ചൊല്ലനുസരിച്ച് ഞാൻ ചൊല്ലുകയാണ്. ഞാനൊന്നും ചൊല്ലില്ല എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ ആമനില്ലതെന്നോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. എനിക്ക് ഉടമസ്ഥനായ രാജാവിന്റെ സമ്മതം കിട്ടാതെ സംസാരിക്കാൻ പോലും പറ്റില്ല. ഞാൻ വെറും അടിമയാണ്, ഉടമസ്ഥനായ റബ്ബിന്റെ അടിമയാണ്. അനുമതിയില്ലാതെ ഞാൻ സംസാരിക്കില്ല. അടിമ. എല്ലാ മഹാന്മാരും അല്ലാഹുവിന്റെ അടിമകൾ. ഒരു കൂറുകാരനും ഒരു പങ്കുകാരനും അല്ലാഹുവിന് ഇല്ല. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അപ്പോൾ ഔട്ടാകും ഇസ്ലാമിൽ നിന്ന്. അതാണ് ലാ ശരീക ലഹ്, അല്ലാഹുവിന് പങ്കുകാരനില്ല. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ മുജാഹിദുകളോ? മുജാഹിദുകൾ പറയുന്നു പടച്ചവന് പങ്കുകാരുണ്ട്. പടച്ചവന് പങ്കുകാരുണ്ട് മുജാഹിദുകൾ വിശ്വസിക്കും.
മുജാഹിദിന്റെ മൗലവിമാർ അങ്ങനെ പ്രചരിപ്പിക്കുന്നു, പഠിപ്പിക്കും. ആ വിശ്വാസത്തിൽ പെട്ടാൽ ആഖിറം പോയില്ലേ മുസ്ലിമേ? അങ്ങനെ പറയുമോ എന്ന് നിങ്ങൾക്കിപ്പോ സംശയമുണ്ടല്ലേ? മുജാഹിദുകൾ അങ്ങനെ പറയുമോ? അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് പറയൂ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളോടൊക്കെ ചോദിക്കുന്നു, രോഗം കൊടുക്കുന്നവൻ ആരാ? മോനെ രോഗം കൊടുക്കുന്നത്? അല്ലാഹു തആല. രോഗം സുഖപ്പെടുത്തുന്നവൻ ആരാ മോനെ? അല്ലാഹു തആല. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറാണ് രോഗം സുഖപ്പെടൽ, അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. ശർറാണ് രോഗമുണ്ടാകൽ, അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെയാണത്. മുഅ്മിനായ മനുഷ്യന് മുസീബത്തുണ്ടാകുമ്പോൾ അതിന് പകരം അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നതിനാൽ മുസീബത്തുകൾ ക്ഷമിക്കുന്നവന് അതൊരു നിലക്ക് അനുഗ്രഹമാണ്. മുഅ്മിനല്ലാത്ത മനുഷ്യനാകുന്ന മുസീബത്ത് ആ വകയിൽ അവരൊരു പ്രതിഫലം കിട്ടാത്തതുകൊണ്ട് അവനത് നാശം തന്നെയാണ്. മുഅ്മിനായ മനുഷ്യൻ എന്ത് മുസീബത്ത് വന്നാലും ആ വകയിൽ അല്ലാഹുവിൽ പ്രതിഫലം കിട്ടും ക്ഷമിച്ചാൽ. അതുകൊണ്ട് എല്ലാ മുസീബത്തും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്ക് അനുഗ്രഹമാണ്. സഹോദരന്മാര് ചിന്തിക്കണം. അപ്പോൾ പിന്നെ മിനയിൽ തീപിടുത്തമുണ്ടായിട്ട് മരിച്ചുപോയതിൽ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല, അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കും. ഏർവാടിയിൽ തീപിടിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. മുഅ്മിനീങ്ങൾക്കാണോ സംഭവിച്ചത്, അവർക്കത് അനുഗ്രഹമാണ്, പാരത്രിക ലോകത്ത് അനുഗ്രഹമാണ്. പ്രസവവേദന കിട്ടി മരിച്ചുപോയ സ്ത്രീ ഷഹീദായി മരിക്കുന്ന സ്ത്രീയാണ്. പ്ലേഗ് രോഗം കൊണ്ട് മരിക്കുന്ന വ്യക്തി ഷഹീദ, പ്രതിഫലമാണ്. അപ്പൊ ഏത് മുസീബത്തിനും ഈമാനുള്ളവന് പ്രതിഫലമാണ്. ഈമാൻ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ്, പ്രശ്നമാണ്. അതാണ് മുഅ്മിനിന്റെ പ്രത്യേകത. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് നീട്ടി പറയുന്നില്ല. ഞാനതൊക്കെ ഫാത്തിഹ സൂറത്തിന്റെ വിശദീകരണം നടത്തുമ്പോൾ നാദാപുരത്ത് പറഞ്ഞിട്ടുണ്ട്. CD വാങ്ങി കേൾക്കാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, നിങ്ങളോട് ഉണർത്തുന്നു, ധാരാളം CDs കാസറ്റുകളുണ്ട്. നാദാപുരത്ത് ഒരു മൗലവി വന്ന് എന്നെ വെല്ലുവിളിച്ച് പ്രസംഗിച്ചു. ഞാൻ 4 ദിവസം അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, 8 CD ഉണ്ട്, നിങ്ങൾ വാങ്ങി കേട്ടുനോക്കണം. എന്താണ് വെല്ലുവിളി? പേരോടിന്റെ ചെരുപ്പെടുക്കാന്ന് പറഞ്ഞു മൗലവി. അതിനെന്താ വേണ്ടത്? ഫൈൻ തിബിലക്കും ഖുർആനിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ കാണിച്ചു കൊടുത്തു. മൗലവി ചെരുപ്പ് എടുക്കുന്നുമില്ല, നാദാപുരത്ത് വരുന്നുമില്ല. ഇപ്പോ വരവെന്ന് നിർത്തി കളഞ്ഞു. പിന്നെ അദ്ദേഹം വന്ന് കുറച്ചെന്തൊക്കെയോ പറഞ്ഞു നോക്കി. ഞാൻ പിറ്റേന്ന് തന്നെ മറുപടി പറഞ്ഞു. അത് 5 CD വേറെയുണ്ട്. മൗലവി വന്നിട്ട് പറഞ്ഞു, മൗലവി പ്രസംഗിക്കുന്ന സമയത്ത് നാദാപുരത്ത് പ്രസംഗിക്കുമ്പോൾ തലമറക്കുന്നില്ല, ദുബായിൽ പ്രസംഗിക്കുമ്പോൾ ഒരു തൊപ്പിയും ഒരു തട്ടവും. ഞാൻ ചോദിച്ചു, ഇതെന്തേ? അത് അറബികളെ സന്തോഷിപ്പിക്കാനാണ്. എന്റെ ഇവിടെയും അതുപോലെ ഞങ്ങളെ സന്തോഷിപ്പിച്ചൂടെ? അപ്പൊ പറഞ്ഞു, എനിക്ക് തലപ്പാവിനോട് തൊപ്പിയോടും വെറുപ്പാണ്. എന്താ വെറുപ്പിന് കാരണം? അജ്മീറിലും നാഹൂറിലുമൊക്കെ തൊപ്പിയും തലപ്പാവും ധരിച്ച് തട്ടിപ്പ് നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ എന്റെ പ്രസംഗത്തിൽ ചോദിച്ചത് നിങ്ങൾക്ക് CD-യിൽ കേൾക്കാം. ഞാൻ ചോദിച്ചു, ധാരാളം ആളുകൾ തുണിയും ഉടുത്ത് പേന്റും ധരിച്ച് കക്കാൻ പോകുന്നവരുണ്ട്, കള്ളുടിക്കാൻ പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഇനി മൗലവിക്ക് തുണിയോടും പാന്റിനോടൊക്കെ വെറുപ്പായ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് ആ CD-യിൽ കേൾക്കാം. പിന്നെ മൗലവി അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ അത് കരുനാഗപ്പള്ളി പോയി പോകുന്നു കേട്ടു. ഞാൻ അവിടെ പോയി ഈ പ്രൊജക്ടറും CD-യും എല്ലാം എടുത്തിട്ട് പോയി. പിന്നെ മൗലവി അവിടെയില്ല. പിന്നെ ഞാൻ മൗലവിന്റെ നാട്ടിൽ തന്നെ പോയി, കട്ടിപ്പാറ. അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് അയാളെ ഒന്ന് പരിചയപ്പെടുത്തി. അതിന്റെ CD നിങ്ങൾക്ക് കിട്ടും, 80 ഉറുപ്പിക കൊടുക്കണം, 3 CD. നല്ല രസമുള്ള CD-യാണ്. മൗലവി നാദാപുരത്തുനിന്ന് എന്നെ ഒരു ജിന്നാക്കിയിട്ട് അവതരിപ്പിച്ചു. ജിന്ന് ഇളകുന്നു, പേരോടിന് ജിന്നിളകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ നാട്ടിയിട്ട് കാണിച്ചു കമ്പ്യൂട്ടറിൽ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ അദ്ദേഹത്തിന് ശൈത്താൻ ഇളകുന്നതും കാണിച്ചു. അത് നിങ്ങൾക്ക് ആ CD കാണാം, രണ്ടും കാണാം. ഞാൻ ജിന്നെന്നും കാണാം, അയാൾ ശൈത്താനെന്നും കാണാം. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഒരു ചെറിയൊരു ഫോട്ടോ കോപ്പിന്റെ എല്ലാവർക്കും തരാനുണ്ടാവില്ല. ഇത് മുജാഹിദിന്റെ പത്രങ്ങളിലും പുസ്തകങ്ങളിലുള്ള ഉദ്ധരണികളാണ്. ഇത് ചിലതൊക്കെ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയും. അതൊരു 10 ഉറുപ്പിക എടുത്താൽ അതും നിങ്ങൾക്ക് കിട്ടും. പിന്നെ എല്ലാവരും വാങ്ങണം ഒരു ബുക്ക്, സിറാജുൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ. അത് കുറ്റ്യാടിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ അനുഭവങ്ങളും സംഭവങ്ങളുമാണ്. നിങ്ങൾ ഈ ഏരിയയിലുള്ള ഒരു സഖാഫി അവിടെ കുട്ടിക്കാലത്തെ പഠിച്ചിരുന്നത് അദ്ദേഹം എഴുതിയതാണ്. അതിൽ പുതിയ 50 കത്തുകൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയും മറ്റും നൽകിയിട്ട് പലർക്കുമുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങൾ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾ നേർച്ച വന്നിട്ടുണ്ട്.
ഒരു മാസത്തിൽ 2 ലക്ഷം രൂപയോളം നേർച്ച കിട്ടാറുണ്ട്. മുജാഹിദുകൾ ഇപ്പോ അവരെ പ്രസംഗത്തിലും പത്രത്തിലൊക്കെ കുറ്റ്യാടിയിലുണ്ടൊരു ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങിയപ്പോ മുജാഹിദീങ്ങൾക്കും തോന്നി അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ അവരും നേർച്ചയാക്കുന്നുണ്ട്, അതുകൊണ്ട് 2.5 ലക്ഷം കിട്ടുന്നുണ്ട്, 50,000 കൂടിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. സഹോദരന്മാർ ചിന്തിക്കണം, മുജാഹിദുകൾ അല്ലാഹുവിന് പങ്കുകാരുണ്ടെന്ന് പറയുമോ? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് നേരിൽ കേൾപ്പിക്കാൻ പോവുകയാണ്. രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? ആ രോഗം ലഭിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ആരോടാണ് പങ്ക്? രോഗമുണ്ടാകുന്നതിൽ പിശാചിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ആരോടാണ് പങ്ക്? രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? അപ്പൊ അല്ലാഹുവിനോട് പിശാചിന് രോഗം വരുത്തുന്നതിൽ പങ്കുണ്ട് എന്നാണ് ഞാനുമായി മഞ്ചേശ്വരത്ത് ഉസങ്കടിയിൽ വെച്ചു വാദപ്രതിവാദം നടത്തി. പിന്നീട് എടമുട്ടം എന്ന സ്ഥലത്തുനിന്ന് വാദപ്രതിവാദം നടത്തി, ഇടക്കൊന്ന് മുട്ടി. ആ മൗലവി തന്നെ അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് തലശ്ശേരിയിലെ പള്ളിയിലെ മിമ്പറിൽ നിന്ന് അദ്ദേഹം മലയാളത്തിൽ അറബിയിലും കൂടി ഖുത്ബ നടത്തുകയാണ്. ഖുത്ബ ഞാൻ കേട്ടുനോക്കി. അവിടെ പോയിട്ടല്ല, ആ CD കെട്ടുനോക്കിയത്. അവിടെ ജുമാ പോയിപ്പോലെ CD കെട്ടുനോക്കി. അപ്പോ ഖുത്ബയുടെ കുറെ ഭാഗം അറബിയിൽ, കുറെ ഭാഗം മലയാളത്തിൽ. അങ്ങനെ ഖുത്ബന്റെ ഒരു തല മനസ്സിലാകണം, ഒരു തല മനസ്സിലാകണ്ടെന്ന് ഏത് ഖുർആനിലാ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ഖുത്ബാ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗമുണ്ടായി. ആ രോഗമുണ്ടായതിൽ പിശാചിന് പങ്കുണ്ട്. വീണ്ടും അദ്ദേഹം പറയുന്നു, പിശാചിന് എന്തോ ഒരു പങ്കുണ്ട്. ഞാൻ ചോദിക്കുന്നു, രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? ആ രോഗം കൊടുക്കുന്നതിൽ പിശാചിന് പങ്കോ? അങ്ങനെ അല്ലാഹുവിന് പിശാച് പങ്കുകാരനാണെന്ന് വിശ്വസിച്ചാൽ അതല്ലേ സഹോദരന്മാരെ, യദഊന ഇല്ലാ ശൈത്താനം മരീദാ, അല്ലേ ശൈത്താനിനെ ആരാധിക്കുന്നവരെന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചല്ലേ? ഇനി ഞാൻ നിങ്ങൾക്കത് കേൾപ്പിക്കുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങളുണ്ടായി. കുറെ കാലത്തോളം കഷ്ടപ്പെട്ട്, വർഷങ്ങളോളം അദ്ദേഹം കഷ്ടപ്പെട്ട് സഹിയായ ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ പിശാചിന് എന്തോ പങ്കുണ്ട്. അദ്ദേഹത്തിന് രോഗം വരുത്തിയതിൽ പിശാചിന് എന്തോ പങ്കുണ്ട്. പിശാചിന് എന്തോ പങ്കുണ്ട് എന്നാ പറയും. അപ്പൊ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം വരുത്തിയതിൽ പിശാചിന് എന്തോ പങ്കുണ്ട്. ഇത് തൗഹീദാണോ മുസ്ലിമീങ്ങളെ? ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ? അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫൈദ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഞാൻ സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം പ്രസംഗിച്ചപ്പോ ഒരു ദിവസം ഫാത്തിഹയുടെ തീരത്ത് എന്ന നിലക്ക് ഒരു ദിവസം കൂടുതൽ പ്രസംഗിച്ചു. അത് അഊദുവിനെ സംബന്ധിച്ചും ഫാത്തിഹയെ സംബന്ധിച്ചുമാണ്. അന്ന് ഞാനിത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ലാഹു പറയുന്നത്? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണം. പടച്ചവന്റെ കൂറുകാരനാണ് പിശാചെങ്കിൽ പിന്നെ കാവൽ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം രണ്ടാളും കൂറല്ലേ. എന്നാൽ അല്ലാഹു വീണ്ടും പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ, ശരിയായ ഈമാനുള്ളവരുടെ മേൽ ശൈത്താനിന് ഒരധികാരവും ലഭിക്കുകയില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിന്റെ മേൽ പൂർണ്ണമായി ബരമേൽപ്പിച്ച് ജീവിക്കുന്ന ശരിയായ ഈമാനുള്ളവരുടെ മേൽ ശൈത്താനിന് ഒരധികാരവും നടക്കുകയില്ല. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു, ശൈത്താനിന് അധികാരങ്ങൾ നടപ്പാകുന്നത് അവനെ ശൈത്താനിനെ ആളാക്കിയിട്ട് നടക്കുന്നവർ, ശൈത്താനിന്റെ കക്ഷികളായി നടക്കുന്നവർ, അവരിൽ മാത്രമേ ശൈത്താനിന് അധികാരം പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, അല്ലാഹുവിൽ പങ്കുചേർത്ത് ജീവിക്കുന്നവരിലാണ് ഈ ശൈത്താനിന് അധികാരം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു കാരണങ്ങൾ എന്ന നിലക്ക് പൈശാചിന് കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ തന്നെ
പിശാചിന് ചെയ്യാൻ സാധിക്കുന്നത് ആരുടെ മുന്നിലാണ്? മുശ്രിക്കുകളുടെയും തെമ്മാടികളുടെയും മുന്നിലാണ്. മഹാന്മാരോട് ശൈത്താനിന് നടക്കുകയില്ല. ഖന്നാസാവേരെ ചാദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കീടത്തിയച്ചോവർ. ഔലിയാക്കളെ സംഭവങ്ങൾ അങ്ങനെയല്ലേ? അപ്പൊ സഹോദരന്മാരെ, പിശാചി അല്ലാഹുവിൽ അതാ പങ്കു ചേർന്നു എന്നല്ലേ ഇപ്പൊ മുജാഹിദ് പറയുന്നത്? നിങ്ങൾ ചിന്തിക്കണം, ആർക്കെതിരെ? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെതിരെ. അയ്യൂബ് നബി ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അലല്ലദീന ആമനു, ഈമാനുള്ള മഹാന്മാരെന്ന് പറഞ്ഞതിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പെടുന്നില്ലേ? വലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞതിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പെടുന്നില്ലേ? ഈ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗമുണ്ടാക്കിയതിൽ പിശാചിന് പങ്കുണ്ടെന്നാ പറയുന്നത്. പിശാചിന് പങ്കുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിശാചിന്റെ പ്രവർത്തനങ്ങൾ കാരണങ്ങൾ എന്ന നിലക്ക് നടക്കില്ലേ? അത് പങ്കല്ലല്ലോ, കാരണമാകലാണല്ലോ, പങ്കല്ലല്ലോ. പങ്ക് എന്ന് പറയാൻ അല്ലാഹുവിൽ പങ്കായിട്ട് ഇവിടെ ഒരു സൃഷ്ടിയും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. ലാ ശരീക ലഹ്, അല്ലാഹുവിന് പങ്കുകാരൻ ഇല്ലേ ഇല്ല. ചില നാശങ്ങളിൽ പിശാച് കാരണങ്ങളായേക്കാം, പക്ഷേ അത് അല്ലാഹുവിൽ പങ്കുചേരുന്നതല്ല. പടച്ചവന് പങ്കുകാരില്ല. മൗലവി പറയുന്നതോ പിശാചിന് പങ്കുണ്ട് എന്നാ പറയുന്നത്. അപ്പോ ശിർക്കിന്റെ വിശ്വാസം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇനി രണ്ട് സ്ഥലത്ത് കൂടിയാ വേദനക്ക്, രണ്ട് സ്റ്റേജാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, നമ്മുടെ പണ്ഡിതന്മാര് പണ്ടൊക്കെ ഈ മുജാഹിദിന്റെ അടുത്തൊക്കെ ചിലപ്പോ ശൈത്താൻ ഹാദിറാവും, അപ്പൊ മന്ത്രിച്ചാലങ്ങ് പോവും എന്നൊക്കെ പറയലുണ്ട്. എന്നാൽ അപ്പൊ എന്ത് ശൈത്താൻ ഹാദിറാകൽ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ മൗലവിമാര് പറയുന്നു ശൈത്താൻ ഹാദിറാവുമെന്ന് മാത്രമല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. എങ്ങനെ? ശൈത്താന് ഭയങ്കര പവർ കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ മൗലവിമാരെ. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും എന്ന് പറഞ്ഞാൽ ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളി. ഇപ്പൊ എ പി അബ്ദുൽ ഖാദർ മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചില്ലേ? അതെ, ചിലപ്പോ നാളെ ചെന്ന് നോക്കിയാൽ അയാളെ ശൈത്താൻ കൂടിയിട്ട് വേറെന്തോ ആയിട്ടുണ്ടാവും, വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്തോ ആയിട്ടുണ്ടാവും എന്നാണ് ഇപ്പൊ മുജാഹിദ് മൗലവിമാർ പറയുന്നത്. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവല. ഹാദറാവാൻ തന്നെ ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ കേട്ടില്ലേ? ശൈത്താൻ ഹാദിറായിട്ട് നമ്മൾ ചിലപ്പോൾ മരിച്ച ആളെ അങ്ങ് മാറിപ്പോവും, അല്ലെങ്കിൽ വേറൊരുത്തന്റെ കോലത്തിലിങ്ങാവും. ഇങ്ങനെ ശൈത്താൻ ഇപ്പൊ ഒട്ടാകെ ഹാദിറാകലാണ്. കൂട്ടത്തിൽ ഇവിടെയും കുറച്ച് ഹാദിറായിട്ടുണ്ടാവും മുമ്പ്. അങ്ങനെ ശൈത്താൻ ഇങ്ങനെ ഹാദിറാകുന്ന ഒരു സമയമാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ഈ ശൈത്താന്റെ ശല്യം ഒഴിവായി കിട്ടാൻ എന്താ പണി? അതിന് വേറൊരു മൗലവി പറയുന്നു. ഇപ്പൊ പ്രസംഗിച്ച മൗലവി ശംസുദ്ദീൻ പാലത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നടന്ന പരിപാടിയിൽ പറഞ്ഞല്ലോ, നാളെ മുതലക്കുളം മൈതാനിയിൽ പരിപാടിയുണ്ട്, അവിടെ ശംസുദ്ദീൻ പാലത്ത് എന്ന് ആൾ പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുന്ന് തന്നെ കൊണ്ടോട്ടിയിലെ പ്രസംഗത്തിൽ പറഞ്ഞു മുജാഹിദുകൾ. ആ മൗലവിയാണ് ഇപ്പൊ പ്രസംഗിച്ചത്. ഇനി വേറൊരു മൗലവി, അയാളൊരു ഡോക്ടറും കൂടിയായ മൗലവിയാണ്. ആ മൗലവി പറയുന്നു, എന്താ പറയുന്നറിയോ? ശൈത്താന്റെ ശല്യം ഒഴിവാക്കണമെങ്കിലുള്ള വിദ്യ എന്താണെന്നറിയോ? ശൈത്താൻ അങ്ങ് തൃപ്തിപ്പെടുത്തി കളിയാ. അതെങ്ങനെ? അതിനയാൾ ഉദാഹരണം പറയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ, അയാൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല, അത് നിങ്ങൾ കേൾക്കാം. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ ചിലപ്പോ കോൺഗ്രസ്സുകാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാവും. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാനുള്ള വിദ്യ എന്താണ്? പാർട്ടി മാറിക്കളിയാ. അതുപോലെ നമുക്ക് ശൈത്താന്റെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നമുക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ശൈത്താന്റെ പാർട്ടിയായി കളിയാ. ഇതാണ് അതിനുള്ള വിദ്യ എന്ന് മാത്രമല്ല, പിന്നെ അയാൾ വേറൊന്ന് പറയുന്നുണ്ട്. എന്താണ് അയാൾ പറയുന്നത്? ശൈത്താൻ എന്ന് പറഞ്ഞാലേ ചിലപ്പോ നമ്മൾ മേശ അടക്കുമ്പോ, മേശ വലിച്ചു വെക്കുമ്പോ ഒക്കെ ശൈത്താൻ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും, ജിന്ന് അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. ചിലപ്പോ നമ്മൾ തേങ്ങ വലിച്ചിടുമ്പോ തേങ്ങന്റെ ഉള്ളിലും ചിലപ്പോ ജിന്ന് കുടുങ്ങിപ്പോവും. ചിലപ്പോ നമ്മൾ ചൂടുവെള്ളം എടുത്ത് പുറത്ത് ഒഴിക്കുമ്പോ ജിന്നിന്റെ പുറത്തായി പോകും. അപ്പോ ഈ ജിന്നിന് നമ്മളോട് വെറുപ്പാവും. നമ്മൾ മനഃപൂർവ്വം ചെയ്തല്ലെങ്കിൽ മൂപ്പർ നമ്മളൊരു തെറ്റായി പോകും. അപ്പൊ നമ്മളെ ശല്യം ചെയ്താൽ
എന്നും കൂടി മൂപ്പർ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് അതിന് ചൂടുള്ളൊക്കെ ഒഴിക്കാവൂ, അതുപോലെ തന്നെ മേശ പിടിക്കാവൂ. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ കേട്ടോളൂ. അയാൾ പറയട്ടെ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നല്ലൊരു ശതമാനം പൈശാചികമായ ബാധയാണ്. ഇതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ തള്ളിക്കളയും. ചിലത് രോഗം കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ അവയവം മുറിച്ചു മാറ്റിന്ന് വരും. അതുകൊണ്ട് ചിലപ്പോൾ രോഗം മാറിക്കൊള്ളുന്നില്ല. വാസ്തവത്തിൽ ഈ രോഗങ്ങൾ, ഈ പൈശാചിക ബാധകളുടെ രോഗങ്ങൾ 3 തരത്തിലാണ് ചികിത്സിക്കാൻ പറ്റുക. ഒന്നാമത്തെ ചികിത്സാ രീതി എന്തെന്ന് വെച്ചാൽ പിശാചിനെ നമ്മളങ്ങ് തൃപ്തിപ്പെടുത്തിച്ചാൽ മതി. ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കാതിരിക്കട്ടെ, ഞാൻ പാർട്ടിയെ ഒന്നിനും പൊക്കിത്താറ്റി പറയല്ല, ഉദാഹരണം പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുക, ഒരു കോൺഗ്രസ്സുകാരനായ ഒരു ഉദ്യോഗസ്ഥന് കുറെ സ്ഥലം മാറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ വല്ലാതെ ശല്യം ഉണ്ടാകുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും എളുപ്പം ആ മാർക്സിസ്റ്റ് ശല്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല. അല്ലെ കോൺഗ്രസ് ഗവൺമെന്റാണ്, മാർക്സിസ്റ്റുകാരനാ കുറച്ചെങ്കിലും എന്ത് അവന്റെ പ്രയാസം മാറാൻ എന്ത് ചെയ്താൽ മതി? ആ പാർട്ടിയിലേക്ക് മാറിക്കൊടുത്താൽ പിന്നെ ഒരു ശല്യം ഉണ്ടാക്കില്ല. ഇതുപോലെ ഒരു വിശ്വാസിയായ ഒരാളെ പിശാച് ശല്യപ്പെടുത്തുക, ആ പിശാചിന്റെ കൂടെ കൂടിക്കൊടുത്ത് ആ വിശ്വാസിയായി കഴിഞ്ഞാലോ അവൻ സംതൃപ്തിയായി അവൻ എന്ത് ചെയ്യും? ശല്യം മാറ്റും. പിശാച് ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെടുത്ത് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ജിന്നിന്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകുക. അല്ലെ തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിന്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകുക. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ട് ഒരു ജിന്ന് മരിച്ചെന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാം. അപ്പൊ വളരെ ശ്രദ്ധിക്കണം മാങ്ങയൊക്കെ എറിഞ്ഞിരുന്ന ആൾക്കാർ. കാരണം ഒരു കല്ലങ്ങിട്ട് ഒരു മുജാഹിദ് മാവിന് എറിഞ്ഞാൽ മേലെന്ന് 3 സാധന തിരിച്ചു വരിക. ഒന്ന് കല്ല്, മറ്റൊന്ന് മാങ്ങ, വേറൊരു ജിന്നും. മുജാഹിദ് മാങ്ങ എറിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാകുക. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ തെഹ്ഖീഖ്. ഇനിയും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ഇവര് പറയുന്നത് ബദരീങ്ങളെ വിളിക്കാൻ പറ്റൂലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തീരെ വിളിക്കാൻ പറ്റൂല, ആള് നന്നായതിനനുസരിച്ച് വിളിക്കൽ തീരെ മോശമാവുക ചെയ്യാം. അപ്പൊ പിന്നെ ആരെയാ വിളിക്കാൻ നല്ലത്? നമ്മക്ക് കാവലിന് കുറച്ച് ജിന്നുകൾ ഉണ്ടായാൽ മതിനാ. കാവലിന് ജിന്നുകൾ, അതിനെന്താ വേണ്ടത്? അത് മുമ്പ് പറയുന്നുണ്ട്, അതിനെന്റെ പണിയല്ല എന്റെ അടുത്തുണ്ട്. മുജാഹിദിന്റെ നേതാവ് പ്രസംഗിക്കാൻ അതിനെന്താണ്? ജിന്ന്, അയാൾ പറയാണ്, ഒരു ജിന്നിന്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. ഇങ്ങനെ നമ്മൾ രാവിലെയും വൈകുന്നേരവും സുന്നികളെയും ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല, അവന്റെ മേൽ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു, അവൻ മഹത്തായ അർശിന്റെ അധിപനാണ്, റബ്ബാണ് എന്നിങ്ങനെ 7 പ്രാവശ്യം ദിക്ർ ചൊല്ലൽ സുന്നത്താണല്ലോ. മിർദുൽ ലത്തീഫ് ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ഹദീസിൽ വന്ന ദിക്റാണല്ലോ. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലുമ്പോ അത് ശിർക്കാണെന്ന് പറയുന്ന കക്ഷികൾ ഇപ്പൊ പറയുന്നത് എന്താണ്? ഇപ്പൊ പറയുന്നത് ഒരു ജിന്നിന്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. എന്നാൽ എന്താണ്? എന്നാൽ സുബഹിക്ക് ജിന്ന് വിളിച്ചുണർത്തിക്കോളും, പിന്നെ അലാരം വെക്കണ്ട. പിന്നൊരു കാര്യം അതുകൊണ്ടുള്ള എന്താണെന്നറിയോ? വാഹന അപകടത്തിനൊക്കെ ജിന്ന് രക്ഷിച്ചോളും. അപ്പൊ നമുക്ക് മനസ്സിലാവൂല രക്ഷിക്കുന്ന ജിന്നാണ്, നമ്മുടെ സുഹൃത്തായ ജിന്നി നമ്മളെ രക്ഷിച്ചോളും. അതാണ് ജിന്നിന്റെ സേവ വേണമെന്നാണ് ഇപ്പോ മുജാഹിദ് മൗലവിമാര് പ്രസംഗിക്കുന്നത്. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. ജിന്നുകളെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. റോഡിന്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളുടെ സുഹൃത്താണ്. സംഭവിക്കാം, അതാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം
ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നുവർഗത്തിൽ സഹായികൾ ഉണ്ടാവും. ജിന്നുവർഗത്തിൽ സഹായികൾ ഉണ്ടാവും. മനുഷ്യവർഗത്തിൽ ബദരീങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലോ അപ്പൊ പിന്നെ ഇസ്ലാമെന്ന് പുറത്തുപോയി. ജിന്നുകൾ വാഹനാപകടത്തിനൊക്കെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കാം. മൗലവിമാരെങ്ങനെ രക്ഷിക്കാൻ കുറെ ജിന്നുകൾ, വാഹനാപകടത്തിനൊക്കെ രക്ഷിക്കാൻ ട്രാഫിക് സംവിധാനത്തിന്റെ ജിന്നുകൾ. മുജാഹിദീങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചാണ് ട്രാഫിക് സംവിധാനവുമായി ബന്ധപ്പെട്ട ജിന്നുകൾ. അവരാണ് ഇപ്പം മുജാഹിദീങ്ങളൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ഇവരേത് സ്ഥലത്താണ് ഇസ്ലാം കൊണ്ടെത്തിയത്. അപ്പൊ എപ്പോഴും ഒരു ജിന്നിന്റെ സപ്പോർട്ട്, എപ്പോഴും ഒരു ജിന്നിന്റെ സപ്പോർട്ട് വേണോന്നാ. മുമ്പൊക്കെ നമ്മൾ കേട്ടത് എന്താണ്? അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദാ, നബിനെ വിളിക്കണോ, ബദരീങ്ങളെ വിളിക്കണോ, പഠിച്ചവൻ പോരേ എന്നാ മുമ്പൊക്കെ പ്രസംഗിക്കലും. ഇപ്പൊ അതൊന്നും പോരാ, എപ്പോഴും ഒരു ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്നാണ്. എപ്പോഴും ഒരു ജിന്നിന്റെ സപ്പോർട്ട് വേണം. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതൊക്കെ പറഞ്ഞപ്പോ മുജാഹിദിന്റെ ഒരു നേതാവായ ഒരു മൗലവി, അബ്ദുസ്സലാം സുല്ലമി എന്ന അയാളുടെ പേര് നമ്മളെ വൈദ്യരുമായിട്ട് വാദപ്രകാരം നടത്തിയ മൗലവി ഉണ്ടല്ലോ, അബ്ദുസ്സലാം സുല്ലമി. വൈദ്യര് ഇവിടെ ഉണ്ടാവില്ല, അതെ കൊണ്ടോട്ടിച്ചിട്ടുള്ളൂ. അബ്ദുസ്സലാം സുല്ലമി, ആ അബ്ദുസ്സലാം സുല്ലമി പറയുന്നു, എല്ലാ മക്കളെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ പേരോട് കേൾക്കൂലേ, ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഇത് പേരോട് കേൾക്കൂലേ, പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടാവോ? ഹരി അബ്ദുസ്സലാം സുല്ലമി ഈ മുജാഹിദ് മൗലവിമാരോട് ചോദിക്കാണ്. അയാൾ പറയാണ്, പേരോട് കേൾക്കണ്ട, ഞാനെങ്ങാനും ഈ കേസറ്റ് പേരോടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ തൗഹീദ് പറയാ മക്കളെ ഏതാ? അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുന്നു. അതൊന്ന് കേട്ടോളി. ചില പ്രസംഗത്തിൽ ജനാബ് KK ജക്കിലെ കൊണ്ടത് ഉദ്ധരിക്കുന്നത് പിശാചിയെ ഭൗതിക ഉപകാരമൊക്കെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? സുലൈമാൻ നബി ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ ഇവന് സരസ് പിരിയുന്ന മുമ്പ് ആ സിംഹാസനം, സഭയിലെ സിംഹാസനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ജിന്നിനെന്താണ് വലിയ വലിയ സിംഹാസനം എടുത്തുകൊണ്ടുപോകാനൊക്കെ സാധിച്ചില്ലേ? ഒരു പണ്ഡിതനെ പ്രസംഗിക്കോ? ഇതേ പണ്ഡിതനെ ഞാൻ പിന്നെ സുന്നലോട് തൗഹീദ് പ്രസംഗിക്കുന്നത്. ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കാനുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിനെ ശ്രദ്ധപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിന് സുന്നിനും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ സർഗീന് പ്രസംഗം കേൾക്കാത്തതുകൊണ്ടാണ്. കാരണം ഇവരെ പണ്ഡിതന്മാരെ ഇഫ്രീത്തെന്ന ജിന്ന് പറഞ്ഞാലോ, സഭയിലെ സിംഹാസനത്തെ ഞാൻ താങ്ങി പിടിച്ച് കൊണ്ടുവരണം, ആ പിശാചിന്റെ വസ്തുവിനെ കൊണ്ടുപോകാൻ പറ്റൂല. ഉൾക്കെത്തി ഉടനെ പിശാചിന് ഇങ്ങനെ സാധനമൊക്കെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ താറുമാറാവില്ലേ? ഈ ഹിന്ദു പൂജാരികൾ പിശാച് കുട്ടിയെ കുട്ടിക്കാപ്പിനെ തീപ്പെടുത്തി നമ്മളെ പെണ്ണുങ്ങളൊക്കെ തപ്പിക്കൊണ്ടുപോകില്ലേ? നമ്മുടെ പൈസയൊക്കെ കവർച്ച ചെയ്യൂലേ? മുസ്ലിങ്ങളുടെ സ്വത്ത് മുഴുവനും ഇഫിരീത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ഇന്നും ഇഫിരീത്തുണ്ടല്ലോ. ഈ ഇഫിരീത്തിനെ ജിന്ന് പൂജകന്മാരൊക്കെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തി നമ്മളെ സ്വത്തൊക്കെ കൊണ്ടുപോകില്ലേ? യുദ്ധം നടക്കുമ്പം മുസ്ലിം പട്ടാളക്കാരൊക്കെ ഇഫിരീത്തിനെ കീഴ്പ്പെടുത്തി കാണിച്ചു കൊണ്ടുപോകില്ലേ? മനസ്സിലായില്ലേ? മൂപ്പർക്ക് ബേജാറാവുകയാണ്. ഈ വയസ്സ് കാലത്ത് ഇതെല്ലാം കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് മൂപ്പരുടെ വിഷമം. അബ്ദുസ്സലാം സുല്ലമിന്റെ വിഷമം. എന്നാൽ അതേ അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുന്നു, ബദരീങ്ങളെ വിളിച്ചുവിടാന്ന് പറഞ്ഞല്ലേ നമ്മളിത് തുടങ്ങിയത്, പിന്നെ പല കൂടി ശൈത്താനെ വിളിക്കാന്ന് ഞങ്ങൾ പറയുന്നത്. ശൈത്താൻ സഹായിക്കുന്നപ്പോ പറയുന്നു, ബദരീങ്ങളെ വിളിച്ചുവിടാന്നല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞത്, പിന്നെന്ത് തൗഹീദാ നമ്മളെ കയ്യിലുള്ളത്? നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാ മൂപ്പര് പറയുന്നു. അതൊന്ന് കേട്ടോളി. ബദരീങ്ങളെ പേര് പറയുന്നു. ജിന്നിന് അദൃശ്യമായി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പോർച്ചാണെന്ന് പ്രസംഗിക്കുന്നുണ്ടപ്പോ ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ ആയത്തൊരു തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യുന്ന അതാണ് നമ്മുടെ തൗഹീദ്. ഇതാ ബദരീകളെ കറാമത്ത് എന്ന് പറയുന്നത്. ബദരീകളെ വിളിച്ചുവിടാന്ന് പറഞ്ഞ കക്ഷികൾ 2ആയി പിരിഞ്ഞിട്ട് ഒരു കൂട്ടര് ജിന്നിന്റെയും ശൈത്താന്റെയും സഹായം വേണം, ശൈത്താൻ അള്ളാന്റെ പങ്കുകാരനാണ് എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക മുജാഹിദ് നാട് മുഴുവനും പ്രസംഗിച്ചതാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത്. അപ്പൊ
അപ്പൊ നമ്മളിത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസലാം സ്വലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാണിത്. അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാന്ന് വിചാരിക്കണ്ട, ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ തന്നെ താലപ്പൊലിയും എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിങ്ങളെയും മക്കനെയും ധരിച്ചിട്ട് താലപ്പൊലിയും എടുത്തിട്ട് ദേവാലയങ്ങളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ, നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം, ആ തോന്നിവാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൗലൈമാര് ചെണ്ട മുട്ടിച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് സലഫി ഫെസ്റ്റ്, അതിന്റെ പേര് നേർച്ചാന്നല്ല, സലഫി ഫെസ്റ്റ് അതിന്റെ പേരാ. എന്നിട്ട് മഹാബലി ഭയങ്കര താടിയും കൊടയല്ലായിട്ട് പിന്നെ സ്റ്റേജുമ്മല് സെൽഫി ഫെസ്റ്റ് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റ് എന്നല്ലോ, ബാനർ കെട്ടിയിട്ട് മാത്രമാണ് വിധാനം. ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ, പെൺകുട്ടികൾ, ഔറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇവര് നല്ല കക്ഷികളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെയാണ് തീയത്. അപ്പൊ ശൈത്താന്റെ സഹായമുണ്ടെന്നും ശൈത്താന് പങ്കുണ്ടെന്നും ജിന്നുകളെ സപ്പോർട്ട് വേണമെന്നും അങ്ങനെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് കാവൽ ലഭിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പോകുന്നത്. നമ്മളെങ്ങനും പടച്ച റബ്ബിനോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ എന്റെ മദ്ഹ് പാടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ റൂഹുൽ ഖുദുസാകുന്ന ജിബ്രീൽ മുഖേന കത്തിപ്പെടുത്തണം അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലെ ഉമ്മത്തിലെ ഒന്നാമത്തെ വ്യക്തിയും ഏറ്റവും വലിയ മഹാനും ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുമ്പോ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കിയതിനു ശേഷം ഒന്ന് ചുംബിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ച വിളി, വഫാത്തായ നബിയെ വിളിച്ച വിളി മരിച്ചാ പിന്നെ വിളിച്ചുകൂടാന്നല്ലേ ഇവര് പറയാറ്. അങ്ങനെ ഒരു ഖുർആൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബിന് പരിചയം ഇല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ, ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരേ എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാപ്പയെയും ഉമ്മയെയും സമർപ്പിച്ചില്ലേ. എന്നിട്ട് പറഞ്ഞില്ലേ, സാധാരണ സംസാരിക്കുന്നത് പോലെ, വഫാത്തിന് മുമ്പ് സംസാരിക്കുന്നത് പോലെ, ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹാ. നബിയേ, രണ്ട് മൗത്ത്, രണ്ട് മരണം അങ്ങേക്ക് അള്ള സംഘടിപ്പിക്കൂല നബിയേ. അള്ള കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. ജീവിതകാലത്ത് സംസാരിക്കുന്നത് പോലെ തന്നെ വഫാത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാം. അവിടെ വഫാത്തിന് മുമ്പും ശേഷവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലല്ലേ. എന്നാൽ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനോടനുബന്ധമായി മറ്റ് ചില പണ്ഡിതന്മാരുടെ റിപ്പോർട്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുത്തെ ഹിയയിൽ രേഖപ്പെടുത്തിയില്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എന്താ പറയുന്നത്, ഉദ്കുറുനാ ഇൻദ റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണം നബിയേ. വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ ഞങ്ങളെ എപ്പോഴും ഓർമ്മ വേണേ നബിയേ.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം വിളിച്ച് തേടുകയും ചെയ്തില്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അത് മുഹദ്ദിസീങ്ങൾ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചില്ലേ? പക്ഷേ അത് കണ്ടിട്ട് നമ്മളെങ്ങാനും നബിയെ ഒന്ന് വിളിച്ചു പോയാൽ, അതുപോലെ ബദരീകളെ ഒന്ന് വിളിച്ചു പോയാൽ, അതുകൊണ്ട് നമ്മൾ മുശ്രിക്ക എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്ന മുജാഹിദ് മൗലവിമാർ, അതാ നിങ്ങൾ കണ്ടില്ലേ? ലോക മുസ്ലിം പണ്ഡിതന്മാരെ പൊരുത്തക്കേട് വാങ്ങി, ബദരീകളെ പൊരുത്തക്കേട് വാങ്ങി. ഇപ്പോൾ എത്തിയത് ശൈത്താനെ വിളിക്കണമെന്ന് പറയുന്ന സ്ഥലത്തല്ലേ? ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്ന് പറയുന്ന സ്ഥലത്തല്ലേ? ശൈത്താനിന് പങ്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്തല്ലേ? ഇവരെ ഈമാൻ എവിടെ? തൗഹീദ് എവിടെ? ഇവരിൽ ശിർക്കിന്റെ പ്രചരണവുമായി അതാ ഓടി നടക്കുകയല്ലേ ചെയ്യുന്നത്? ഈ ശിർക്കെന്ന് പറയുന്ന പാപം അല്ലാഹു പൊറുക്കുമോ മനുഷ്യ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കെന്ന് പറയുന്ന പാപം അല്ലാഹു പൊറുക്കുന്ന പാപമല്ലേ മുസ്ലിമീങ്ങളെ? അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ പരിപാടികളിൽ പോയി അവര് പറയുന്ന എല്ലാ കളവുകളും വിശ്വസിച്ച് അവരെ കബളിപ്പിക്കളിൽ പെട്ടുപോയ ഏതെങ്കിലും ഈമാനുള്ള മുസ്ലിമുണ്ടോ? മുജാഹിദിൽ നിന്ന് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ? ഞങ്ങൾക്കിവിടെ കുറെ മെമ്പർമാരെ കിട്ടാനല്ല, നിങ്ങളെ ഈമാൻ രക്ഷിക്കാനാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ ഈമാൻ രക്ഷപ്പെടുത്തണോ? നിങ്ങൾ മഹാന്മാരായ ഇമാമികളും സാലിഹീകളും ആരിഫീങ്ങളും ജീവിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നോ? മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇത് രാഷ്ട്രീയമല്ല, ഇത് നമ്മളെ കച്ചവടത്തിന്റെ കാര്യമല്ല. നമ്മൾ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുന്ന പ്രശ്നമാണിത്. അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമായി നിങ്ങൾ കാണരുത്. ഞാൻ ആരെയും ചീത്ത പറയുന്നില്ല, ഒരു മൗലവിയും ചീത്ത പറയുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേ? നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിക്കൂ മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ നന്നായി ഒന്ന് ചിന്തിക്കൂ. 1952 മുജാഹിദുകൾ പുറത്തിറക്കിയ അവരുടെ മുഖപത്രമായ അൽമനാറാണ്. ഈ അൽമനാർ നിങ്ങൾക്ക് സ്ക്രീനിൽ ഫതാവൽ മനാർ, അൽമനാറിലെ ഫത്വ ഫതാവൽ മനാർ സ്ക്രീനിൽ കാണാം. അതിലെന്താ പറയുന്നത് കേട്ടോളൂ, ഞാൻ വായിക്കാം. ചോദ്യം: മുബ്തദി ഫാസിഖ്, മുബ്തദി കാഫിർ, ഇവർ തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായി ഏതു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാവുന്നു? ഉദാഹരണം സമഗ്രമായെങ്കിലും വിവരിക്കാൻ അപേക്ഷ. ഒന്നിങ്ങോട്ട് നോക്കും. എന്താ പറഞ്ഞത്? മുബ്തദി ഫാസിഖ്, മുബ്തദി കാഫിർ. കാഫിറായ പുത്തൻവാദി, തെമ്മാടിയായ പുത്തൻവാദി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാ ചോദ്യം. അതിന് മറുപടി കേട്ടോളൂ. ഉത്തരം: ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. എനിക്കോട്ട് നോക്കൂ. ഉദാഹരണം: മലയാളത്തിൽ ഖുത്ബ ഓതുക. മലയാളത്തിൽ ഖുത്ബ ഓതുക എന്നത് ദീനിൽ ഇല്ല. ദീനിലുണ്ടാകൽ എപ്പോഴാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടുണ്ടോ? ഖുത്ബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിനൊരു ഭാഷ, ഖുത്ബക്കൊരു ഭാഷ, ഇങ്ങനെ ഒന്നിനൊരു ഭാഷ, മറ്റൊന്നിന് വേറൊരു ഭാഷ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ഖുത്ബ ഓതിയിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ നിസ്കരിക്കാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്? അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചു. അപ്പൊ അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആവുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, ഖുത്ബ അറബിയിൽ തന്നെ ആകണോ ആകണ്ടേ എന്ന ചർച്ച ഇട്ടുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഏറ്റവും ശരിയായ അഭിപ്രായം യുസ്തറതു, ഖുത്ബ അറബിയിൽ അല്ലെങ്കിൽ ജുമുഅ ബാത്തിലാണ്. അതാണല്ലോ നിബന്ധനയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഖുത്ബ അറബിയിൽ അല്ലെങ്കിൽ ജുമുഅ ബാത്തിലാണ്. എന്താണ് കാരണം? ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ, അതൊരു ഫർളായ ദിക്റാണ് ഖുത്ബ, കേവലം പ്രസംഗമല്ല. കത്തശഹൂദി തഹിയ്യാത്ത് പോലെ, വതക്ബീറത്തുൽ ഇഹ്റാമി തക്ബീറത്തുൽ ഇഹ്റാം പോലെ. മഅ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും ഉണ്ട്, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി,
ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം. വകാന യഖ്തുബു ബിൽ അറബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ ഖുത്ബ ഓതി, അറബിയിലാണ് ജുമഅ നിസ്കരിച്ചത്. അതുകൊണ്ട് അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം നിസ്കരിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആവുകയുള്ളൂ. അതുകൊണ്ട് അറബിയില്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചാൽ ജുമഅ നിസ്കാരം ബാത്തിലാണ് എന്ന് പേരോടല്ല, പേരോട് ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തി വെച്ചു. മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. എന്നാൽ അവരും പറയുന്നത് തന്നെയാണ് അൽമനാറിൽ, ദീനിൽ ഇല്ലാത്തതിനെ ദീൻ എന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്ന മൗലവി മുബ്തദിയാണ്. കാരണം ദീനിലില്ലാത്തത് ദീൻ എന്ന നിലക്ക് കൊണ്ടുവരികയാണ്.